കറാമത്തിൽ അത്ഭുതങ്ങൾ പലതും ഉണ്ടാവും. അവിടെ നേരത്തെ നമ്മൾ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞതുപോലെ ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കാരണങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കും അല്ലാഹു തആല. അങ്ങനെ ആയുധമാവുന്ന കാരണത്തെയും അഗ്നിയാവുന്ന കാരണത്തെയും കീഴ്പ്പെടുത്തപ്പെട്ട മഹാന്മാർ അതിനു വേണ്ട നിബന്ധന പറഞ്ഞാൽ ആ നിബന്ധന അനുസരിച്ച് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ ഉപദ്രവകാരികളല്ലാതെ അവർക്ക് അനുകൂലമായി വരുന്നു. അതുകൊണ്ട് തന്നെ ആയുധം കൊണ്ട് പരിക്കേൽക്കുന്നില്ല, തീ കൊണ്ടിട്ട് പൊള്ളലേൽക്കുന്നില്ല. അത് സ്വന്തം അനുഭവത്തിലൂടെയോ അറിവിന്റെ അടിസ്ഥാനത്തിലൂടെയോ ബോധ്യപ്പെട്ടവർക്ക് ചെയ്യൽ ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഫത്വ ചെയ്യുകയും അതോടുകൂടി ഔലിയാക്കന്മാരുടെ കറാമത്തിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നും ഇന്നും അത് പ്രത്യക്ഷപ്പെടുമെന്നും കാണിക്കാൻ വേണ്ടി വെല്ലുവിളിയുടെ രീതിയിൽ നടത്തുകയാണെങ്കിൽ അത് ദീനിന്റെ ദഅവത്തിന്റെ ഭാഗം എന്ന നിലക്ക് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ല. പിന്നെ പുണ്യകർമ്മങ്ങളാവുന്ന നേർച്ച സ്ഥലങ്ങളിൽ പലപ്പോഴും തെറ്റുകൾ പലതും വന്നെന്നിരിക്കാം. എങ്കിൽ പോലും അവിടെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് മഹാന്മാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കളും മുൻഗാമികളും പറഞ്ഞതുപോലെ സിയാറത്തുകളും നേർച്ചകളും നിലനിർത്തുക, അനാചാരങ്ങളും അനാവശ്യങ്ങളും വെടിയുക എന്ന്. അത് തന്നെ നമുക്ക് അവരോട് പറയണ്ട. അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല നിലനിർത്തിക്കോട്ടെ. അതായത് നമ്മളിപ്പോ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്ത്, ഔലിയാക്കന്മാരുടെ കറാമത്ത് എന്ന നിലക്ക് പല അത്ഭുതങ്ങളും കാണുമെന്ന് പറഞ്ഞു. അത് കാണുന്നുണ്ട്, അതാരും നിഷേധിക്കുന്നുമില്ല. ചിലവർക്കൊക്കെ സംശയങ്ങൾ മരിച്ചാൽ പിന്നെ ഉണ്ടാകുമെന്നാ. അതിപ്പോ അവരെ ശൈഖ് തന്നെ പറഞ്ഞു മരിച്ചാലും ഉണ്ടാവും, കബറിടത്തിലുണ്ടാവും, തന്നെയല്ല നിങ്ങളൊന്ന് വിചാരിക്കുന്നതിന്റെ ഒക്കെ അപ്പുറം ഉണ്ട് എന്നറിഞ്ഞല്ലോ. അപ്പൊ അതുണ്ട്. എന്നാൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ ചില ബ്രാഹ്മണന്മാരായ ആളുകളിൽ നിന്നും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിരിക്കുന്ന ചില പുരോഹിതന്മാരിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളിയിലച്ഛനല്ല, അക്കൂട്ടത്തിൽ തന്നെ ചില പ്രപഞ്ചത്യാഗികളായ യോഗികളുണ്ട് അവരുടെ കൂട്ടത്തിലും. അങ്ങനെയുള്ള യോഗികളായ ഹിന്ദു യോഗികളാവട്ടെ ക്രിസ്ത്യാനി യോഗികളാവട്ടെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ പല അത്ഭുതങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇനി അതൊന്നും വേണ്ട, ഒരു തരത്തിലുള്ള യോഗിയും അല്ലാത്ത യോഗ അഭ്യസിച്ച നമ്മളെ അമീദിനെ പോലത്തെ യോഗികൾക്കും പല അത്ഭുതങ്ങളും ഉണ്ടാകും. അതൊന്നും നിഷേധിക്കേണ്ടതില്ല. അമീദ് അവിടെ എത്തിയിട്ടില്ല, എത്താൻ പൗതിക്ക് പഠിച്ചാണ് മതിയാക്കിയതാ. നല്ലോണം പഠിച്ചാല് ഓലും ഉണ്ട്. ഇത് യോഗ കൊണ്ടും പല അത്ഭുതങ്ങളുണ്ടാവും. ഇതൊന്നും നിഷേധിക്കേണ്ടതില്ല. പക്ഷേ അതും തമ്മിലുള്ള വ്യത്യാസം ഔലിയാക്കൾ അമ്പിയാക്കൾ പോലെയുള്ള കറാമത്തും മുഅ്ജിസത്തും അല്ലാത്ത ജിയാളയിലൂടെയോ സെഹറിലൂടെയോ നേടുന്ന, എങ്ങനെയുണ്ട്, ജിയാളയിലൂടെയോ സെഹറിലൂടെയോ നേടുന്ന അത്ഭുത സിദ്ധികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ജിയാള ആണ് പറഞ്ഞേക്ക് യോഗയിലൂടെയൊക്കെ, അതായത് കഠിനമായ നിരന്തര പരിശീലനവും നിരന്തരമായ ആവർത്തനം, ഇതിലൂടെ നേടിയെടുക്കുന്ന പല അത്ഭുതങ്ങളും ഉണ്ട്. അത് റിയാദിയാത്തിൽപ്പെട്ടതാണ്. ചില സന്യാസികളൊക്കെ നേടുന്ന നല്ലൊരു ഭാഗം ഇതാണ്. യോഗയിലൂടെ പോയിട്ട് വലിയ ഉയർന്ന അവർക്ക് അന്തരീക്ഷത്തിൽ നിലത്തുനിന്ന് ചിലപ്പം 3 അടി അതിൽ കൂടുതലൊക്കെ ഉയരത്തിൽ ഈ ഇതുണ്ടല്ലോ, എന്താ ചമ്രം പടിഞ്ഞിരിക്കുന്ന അതിനൊരു പേരുണ്ട്, എന്താ ആസനം എന്നാ പറയാ, പത്മാസനത്തില് അന്തരീക്ഷത്തിൽ ഇരിക്കാൻ കഴിയും. അത് നിഷേധിക്കേണ്ടൊന്നും ആവശ്യമില്ല, നമ്മളെ കണ്ണെട്ടിയൊന്നുമല്ല, ശരിക്കും തന്നെ അവർ അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ കഴിയും. ഔലിയാക്കന്മാർക്കും അന്തരീക്ഷത്തിൽ ഇരിക്കാൻ കഴിയും. അപ്പൊ പിന്നെ എങ്ങനെ തിരിയാന്ന് ചോദിച്ച്, അത് സംഭവം ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞു ഫത്താവൽ ഹദീസിയൽ ദീർഘമായിട്ട്. പിന്നെ നമ്മളെ വിഷയം അങ്ങനെ നമ്മൾ ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളവർക്കാണ് ഞാൻ ഇബ്നു തീമിയനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് തൽക്കാലത്തെ സഹായത്തിന് വേണ്ടിയിട്ട്. അവർ പറയുന്നത്, ഒരിക്കൽ ഇങ്ങനെ മത്സരിച്ചു, അന്തരീക്ഷത്തിൽ ഇരുന്നു ഒരു യോഗി, അദ്ദേഹം അത്ഭുത സിദ്ധിയുള്ള ആളാണ്, വലിയ ഇരുന്നു, അദ്ദേഹം എന്താക്കി, അന്തരീക്ഷത്തിലൂടെ വലം വെച്ച് കറങ്ങി. പക്ഷെ യോഗിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് ആ ഇരുത്തം, ആ പ്രത്യേക ആസനത്തിലുള്ള പത്മാസനത്തിലുള്ള ഇരുത്തം അന്തരീക്ഷത്തിൽ ഇരിക്കാനാവും. അത് അദ്ദേഹത്തിന്റെ നിത്യാഭ്യാസത്തിലൂടെ നേടിയെടുത്തതാ. പക്ഷേ അന്തരീക്ഷത്തിൽ എന്താക്കാൻ കഴിയില്ല, ആസനത്തിലിരുന്ന് കണ്ട് എന്താക്കാൻ കഴിയില്ല, കറങ്ങാനും പറക്കാനും കഴിയില്ല. ഇങ്ങനെ ബാഹ്യമായ ലക്ഷണങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ അതൊന്നുമല്ല. ഈ കാണുന്ന അത്ഭുത സിദ്ധി
മുഅ്ജിസത്താവണമെങ്കിൽ താൻ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ നബിയാണ് എന്ന് വാദിക്കുകയും ഈ വാദം ജനങ്ങളുടെ മുന്നിൽ സ്ഥിരീകരിക്കാൻ ആവശ്യമായ ഒരു വെല്ലുവിളി എന്ന നിലക്ക്, വ്യക്തമായോ പരോക്ഷമായോ ഉള്ള ഒരു വെല്ലുവിളി എന്ന നിലക്ക് കാണിക്കുന്ന സിദ്ധികൾക്കാണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബിമാരിൽ നിന്ന് തന്നെ നുബുവത്തിന് മുമ്പുണ്ടാകുന്നതിന് മുഅ്ജിസത്ത് എന്ന് പറയില്ല, അത് കറാമത്തിന്റെ പട്ടികയിൽപ്പെട്ട ഇർഹാസ് എന്നാണ് പറയുന്നത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന് മുമ്പ് മേഘക്കൊട കൊണ്ട് തണലിട്ട് കൊടുത്തിരുന്നു എന്നാ, നുബുവത്തിന് മുമ്പ്. അതുപോലെ നടന്നു പോകുമ്പോൾ കല്ലുകൾ സലാം പറഞ്ഞിരുന്നു, മരങ്ങൾ സലാം പറഞ്ഞിരുന്നു. ഇതൊക്കെ നുബുവത്തിന് മുമ്പുണ്ടായിരുന്ന അടയാളങ്ങളാ. അത് നുബുവത്തിന്റെ ശേഷം പിന്നെ അതുണ്ടായിട്ട് കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഈ വ്യക്തിക്ക് ഒരു പ്രത്യേക സ്ഥാനമുള്ള ആളാണ്, ഇദ്ദേഹത്തിന് പ്രത്യേക ഒരു പദവി വരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് എന്നുള്ള ആൾക്ക് കൊടുക്കുന്ന ഇർഹാസ്. അതുകൊണ്ടാണ് സാധാരണ ഇവർ കൺഫ്യൂഷനാക്കുന്നത് ഈ പെട്ട ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചന്ന് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു. നബി തങ്ങൾ ജനിച്ചപ്പോ അത് നബി തങ്ങളുടെ ജനനത്തിലെ ഇർഹാസാണ്. അതായത് ലോകത്തിന്റെ അവസ്ഥ മാറാൻ പോകുന്നു, ഇന്നത്തെ വ്യവസ്ഥിതികളെല്ലാം തകിടം മറിയാൻ പോകുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയായിരുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഈ ഹിജ്റ 7-ാം വർഷം സാക്ഷാൽ നബിയും റസൂലുമായി കൊണ്ട് 1400 സഹാബാക്കളോടുകൂടി മക്കാ ഷരീഫിൽ വന്നു. കഅബൻ തവാഫ് ചെയ്തിട്ട് ഒരൊറ്റ ബിംബം തലയൊന്ന് കുനിച്ചും കൂടി ചെയ്തില്ല. ജനിക്കുമ്പോ എന്ത് പ്രത്യേകത കൂട്ടരുള്ളത്? ജനിക്കുമ്പോ ഭൂമിയിലുള്ളത് മുഴുവൻ തലകുത്തി വീണെങ്കിൽ 1400 പട്ടാളക്കാരോട് കൂടി നബിയും റസൂലുമായിട്ട് വന്ന് കഅബ 7 അറ്റം തവാഫ് ചെയ്തിട്ട് ഒരു ബിംബം തല കുനിച്ചൂടും ചെയ്തില്ല. വെറുതെ പറയാണ്, ബിഡൻസ് ആണ്, അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുമ്പോ ചരിത്രപരമായി ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് തന്നെ ശരിയോ എന്നൊന്ന് ആലോചിക്കുന്നു. പിന്നെ ആ സാധനത്തിന് ഉണ്ടാവില്ലല്ലോ. ബുദ്ധിയോ ആലോചനയുള്ള പണ്ട് ആബു സാഹിബ് കുറ്റങ്ങളെ പറ്റി നല്ലൊരു പരിചയപ്പെടുത്തൽ അറിയുമല്ലോ. ആബു സാഹിബിനെ ഈ മഹാകവി എന്ന് പറയാൻ പറ്റുന്ന മാപ്പിള കവി സാമ്രാട്ടുകളിൽപ്പെട്ട തന്നെയല്ല, ഇതിന്റെ പരിശോധിച്ച് അതിന്റെ ഗുണഗണങ്ങൾ പറയാൻ കഴിവുള്ള മഹാപണ്ഡിതനായതോടുകൂടി ഒരു സൂഫി ചിന്തകനും കൂടിയായിരുന്നു ആബു മാസ്റ്റർ തലശ്ശേരിക്കാരൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംഗതി എന്താന്ന് വെച്ചാൽ ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് തരില്ല, ഇവർക്ക് മറ്റേ തകരാറുണ്ടല്ലോ, ഈ കണ്ണുരോഗ വിദഗ്ധരെടുത്ത് പോയാൽ പറയും ഷോർട്ട് സൈറ്റിന്റെ സുക്കേടുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ദൂരത്തേക്ക് കാണൂല, അടുത്തേ കാണുള്ളൂ. ദീർഘദൃഷ്ടി ഇല്ലായ്മ, ഈ തകരാറ് മാത്രം. കാര്യം ഒന്ന് സാവകാശം അവധാനതയോട് കൂടി ചിന്തിച്ചാൽ കാര്യങ്ങളൊക്കെ വ്യക്തം. ഒറ്റ നോട്ടത്തിൽ പ്രസംഗമായി. അതാണ് പ്രശ്നം. ആദ്യം പറഞ്ഞത് വ്യവസ്ഥിതി മാറാൻ പോകുന്നു, ലോകത്ത് വമ്പിച്ചൊരു പരിവർത്തനം സൃഷ്ടിക്കാൻ പോകുന്നു എന്നതിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് സൂചനയായിട്ടായിരുന്നു ജന്മസമയത്ത് ഈ തലകുത്തി വീഴൽ. നബിയായി വന്ന് നബിയാണെന്ന് സ്ഥിരപ്പെട്ടു, ധാരാളം ദൃഷ്ടാന്തങ്ങളിലൂടെ മുഅ്ജിസത്തുകളിലൂടെ നബിയാണെന്ന് സ്ഥിരപ്പെട്ട് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സൂചന കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് രണ്ടാമത് വന്നപ്പോൾ പിന്നെ അവിടെ തലകുത്തി വീഴേണ്ട ആവശ്യമില്ല. മൂന്നാമതൊരു വരുന്നുണ്ട്, അന്ന് തല മാത്രമല്ല മുഴുവൻ കുത്തി തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഓർഡറുമായിട്ട് വരുന്നുണ്ട് 8-ാം കൊല്ലത്തിൽ. അതുകൊണ്ട് 7-ാം കൊല്ലത്തിൽ അവിടെ നിൽക്കട്ടെ, വരാൻ പോകുന്നു. അപ്പൊ ആദ്യത്തത് വരാൻ പോകുന്ന പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള സൂചന, അതിന് ഇർഹാസ് എന്നാണ് പറയാ. അത് കറാമത്തിന്റെ ഭാഗമാ. അതുപോലെ തന്നെ കല്ല് സലാം ചൊല്ലിയതും തുടങ്ങി ഈ മേഘക്കൊട, അതുപോലെ വേറെ ഇവരുണ്ടാക്കുന്ന ഒരു സംശയമാണ്, നബിക്ക് മേഘക്കൊട തണലിട്ടു എന്ന് ഓരോന്ന് പറയും. എന്താണ് നബി സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞു കിട്ടണവർക്ക്, അതിന് വേണ്ടിയിട്ടുള്ള കളിയാ. ഹിജ്റ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖും ഖുബൈലെത്തി. രണ്ടാളെയും പരിചയമുള്ളവരിൽ കുറവാവിടെ, ഒക്കെ പുതിയ ആളുകളാ. അപ്പോ കുറച്ചൊരു പ്രായവും പക്വതയും വയസ്സൊക്കെ തന്നു തോന്നുന്നത് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനെ. വയസ്സ് 2 വയസ്സ് കുറവാണെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലയും താടിയൊക്കെ നരച്ച് ഒരു പക്വത വന്ന ഒരു ഇരുത്തം ചെന്ന ഒരു മധ്യവയസ്കനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, നബി തങ്ങൾക്ക് സിദ്ദീഖിനെ കാട്ടിലും 3 വയസ്സേറെയാണ്, 53 വയസ്സായിരുന്നു. പക്ഷേ ഒറ്റ മുടി നരച്ചിട്ടില്ല. നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ.
അപ്പൊ നബിയാവുമ്പോ കുറച്ചൊരു പ്രായം പക്വതൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള നിലയ്ക്ക് ഈ വിവരമില്ലാത്ത ആളുകൾ സാധുക്കൾ വേം വന്നുകാണ്ട് അബൂബക്കർ സിദ്ദീഖിനെ കൈപിടിച്ച് സലാം പറഞ്ഞ് കൈമുത്തും, മറ്റയാളോട് സലാനും പറയും. കാരണം ഈ നബിനൊക്കെ ഒരു സഹായിക്കുന്ന ഒരാളൊക്കെ ആണല്ലോ എന്നുള്ള ആൾക്ക് ഒരു ബഹുമാനം ഉണ്ട് എന്നല്ലാതെ നബി തന്നെയാണെന്നുള്ളത് നാരോട് തിരിച്ചില്ല ആൾക്കാർ. കുറെ കഴിഞ്ഞ് വെയിൽ ചൂടായപ്പോ വേഗം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് തന്റെ ചുമലിൽ ഇട്ടിരുന്ന ഒരു തട്ടുണ്ട്, ആ തട്ടം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ മറപിടിച്ചു വെയിലുള്ളതൊക്കെ. അപ്പോഴാണ് ഈ വിവരമില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കിയ പഠിച്ചോനെ നമ്മള് നേരെ മറിച്ചാണല്ലോ മനസ്സിലാക്കി. ഈ ചെറുപ്പക്കാരൻ കുട്ടിയായിട്ട് തോന്നുന്നത് ഇതാണല്ലോ അള്ളാഹിന്റെ റസൂലായിട്ടുള്ളവര്, മറ്റയാളെന്റെ ഹാദിമാണല്ലോ എന്ന് മനസ്സിലാക്കി. ഇത് പ്രസിദ്ധമായ ചരിത്ര. ഇപ്പൊ നോക്കിയാണ് നിങ്ങള് ഹിജ്റ ചെല്ലുന്ന അന്നല്ലേ എന്നാ വല്ല പുതുമയുണ്ടെങ്കിൽ ജനങ്ങൾ നാലാൾക്ക് കാണിച്ചു കൊടുക്കണ്ട്. അന്ന് അബൂബക്കർ സിദ്ദീഖ് തട്ടം കൊണ്ട് ഇങ്ങനെ നടപടിക്കുക. എന്നിട്ട് ഇവര് പറയാണ് ഷാമുക്ക് കച്ചവടത്തിനും പോയപ്പോഴും മറ്റോടത്ത് കച്ചവടത്തിനും പോയപ്പോഴും ഒക്കെ മേഘക്കോട കൊണ്ട് ഇങ്ങനെ വിടലേന്ന്.